ഹലോ ഗായ്സ്, അമ്പലത്തിൽ പോകാനൊരുങ്ങിയിരിക്കുന്നു. വെള്ള കമ്മിറ്റിയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വെള്ളമില്ലെന്ന് പറഞ്ഞേ. അതിന് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വരും, അതിന് കമ്മിറ്റിയുണ്ട്, അതിന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്പലത്തിൽ പോവുകയാണ്. ഞാനിപ്പോൾ വെള്ള കമ്മിറ്റിക്കൊക്കെ പോയിട്ട് വന്നിട്ട് വേണം ഗായ്സ്. നിങ്ങളാരും ഞങ്ങളെ എന്താ സപ്പോർട്ട് ചെയ്യാത്തത്? എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് അധികം വീഡിയോ ഒന്നും ഇടാൻ അറിയില്ല, എന്നാലും ഞങ്ങളുടെ ആഗ്രഹമാണ് ഇടുന്നത്. പിന്നെ അങ്ങനെ പോയിച്ച് വരാൻ വേണ്ടി പോവുമായിരുന്നു. കമ്മിറ്റിയൊക്കെ കഴിഞ്ഞു, ഇപ്പം എല്ലാം ശരിയായി അങ്ങനെ വരുന്നു. അപ്പോൾ അവളോട് പറയുവാണ് അമ്മ എളുപ്പം വരണം എന്ന്. അതിനിപ്പം ഞാൻ വെള്ള കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വരവാണ്. വരുമ്പോഴത്തേനൊരു 100 കൂട്ടം പരാതിയുമായിട്ട് എന്നെ കാത്ത് വാതിൽക്കൽ നിൽപ്പുണ്ട്. അമ്മമ്മയും മോളും കൂടെ വടക്കിയിട്ടും അതിൻ്റെയാണ് നമ്മുടെ വഴിയിൽ കൂടെ റോഡല്ലേ, ഹൈവേ കാരണം കാറൊക്കെ വരുന്നുണ്ട്. അതാ എന്നെയും കാത്ത് ഫോണുമായിട്ട് നിൽക്കുക. വരുമ്പം പരാതിയുമായിട്ടൊരു 100 പരാതിയുണ്ട് കയ്യിൽ. ഇനി വന്ന് അമ്മയ്ക്ക് അതേ ഓട്ടട ഉണ്ടാക്കി, പഴയ കാലത്തെ ഇല, കുറേ വർഷങ്ങൾ കൂടി അമ്മ പറഞ്ഞ് ഇലയ്ക്കകത്ത് വെച്ച് ഓട്ടടയെന്ന് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. പഞ്ചസാരയും തേങ്ങയൊക്കെ അകത്ത് വെച്ചിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ പുരട്ടാതെ ഓട്ടിയിട്ടിക്കകത്ത് ഉണ്ടാക്കി, ഇങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് ആ അട, കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അട. പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അത് മോളോട് കഴുകാൻ പറഞ്ഞു. അവളെല്ലാം കഴുകി വെക്കുന്നു. ഭയങ്കര പാട്ടൊക്കെ പാടിക്കൊണ്ട് പാത്രമൊക്കെ കഴുകി വെക്കുവാണ്. ഞാനപ്പോഴത്തേന് അടയൊക്കെ ഉണ്ടാക്കി. അവളാണ് ഇന്നത്തെ പാത്രം കഴുകി പേറ്റിരിക്കുന്നത്. അവൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കഴുകി വെച്ചു. എനിക്ക് പണിയുണ്ടായിരുന്നു. ഞാൻ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തുണിയൊക്കെ ഇലക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കമ്മിറ്റിക്ക് പോയി. വന്നിട്ട് അമ്മയ്ക്ക് അട ഉണ്ടാക്കുന്ന വക പണിക്കാണ്.